സ്വാഗതം ഉറക്കെ ഉച്ചത്തിലേക്ക്. ഇന്ന് കാസർഗോഡാണ്. തെരഞ്ഞെടുപ്പ് സ്പന്ദനങ്ങൾ അറിയാനുള്ള യാത്രയിൽ മണ്ഡലത്തിലെ കാഞ്ഞങ്ങാട്ടാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള മണ്ഡലമാണ് കാസർഗോഡ്. രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ചരിത്രമുറങ്ങുന്ന മണ്ണ്. AKGയെ 3 വട്ടം ലോക്സഭയിൽ എത്തിച്ച മണ്ഡലം. EK നായനാരെ തോൽപ്പിച്ച മണ്ഡലം. ഇടതുകോട്ടയെന്ന് CPM-ഉം ഇടതുമുന്നണിയും ന്യായമായി വിശ്വസിക്കുന്ന മണ്ഡലം. ഇത്തവണ പോരാട്ടത്തിന് വീറ് ഏറുന്നു, ചൂട് ഏറുന്നു. നമുക്കറിയാം സ്പന്ദനങ്ങൾ എന്താണെന്ന്. എന്ത് പേര്? എൻ്റെ പേര് K മണികണ്ഠൻ. മണികണ്ഠൻ പാർട്ടിയുടെ CPIM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗമാണ്. 64,000-ൽ നിന്ന് 6,000-ലാണ് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം എത്തി നിന്നത്. ഇത്തവണ വെല്ലുവിളികൾ ഏറെയാണ്. കോട്ടയാണ് നിലനിർത്താം എന്നുള്ള വിശ്വാസമുണ്ടോ? ഒരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇനിയും വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഉറപ്പാണ്. നമുക്ക് തിരിച്ചെത്താം. ഇടതുമുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് അവകാശപ്പെടുന്നു. ഇവിടെ നമ്മോട് കോൺഗ്രസിൽ നിന്ന് സാജിദ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റാണ്. ഉറക്കെ ഉച്ചത്തിൽ പറഞ്ഞോളൂ. CPM പറയുന്നു കോട്ട നിലനിർത്താനാവുമെന്ന്. കോൺഗ്രസ് എന്ത് പറയുന്നു? കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും കാസർഗോഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് തിരിച്ചു പിടിക്കും എന്നുള്ള പ്രത്യാശയിൽ തന്നെയാണ്. ആനുകാലികമായിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയും സംസ്ഥാന സർക്കാരിൻ്റെ പരാജയവും അതുപോലെ തന്നെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ 2 ഇരകളുമുള്ള കാസർഗോഡ് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വിധി എഴുതും എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസും. ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ്. നമുക്ക് ചോദിക്കാം, കോൺഗ്രസും CPM-ഉം അതേ ഒരേ നിലയിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. BJPക്ക് എന്താണ് പ്രതീക്ഷ? രാജഗോപാലിനെ പരീക്ഷിച്ചിട്ട് പോലും എങ്ങുമെത്താനായില്ല. BJPയുടെ പ്രതീക്ഷ എന്ത്? 2 മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് അട്ടിമറി വിജയം നേടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് BJP മുന്നോട്ട് പോകുന്നത്. നരേന്ദ്രമോദിയുടെ 5 വർഷത്തെ ഭരണ വിജയവുമായി ഭരണ നേട്ടങ്ങളുമായി BJPക്ക് ആത്മവിശ്വാസത്തോടെ തല ഉയർത്തിക്കൊണ്ട് ജനങ്ങളെ നേടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇക്കുറി കാസർഗോഡ് മണ്ഡലം BJPയുടേതാണ്, യാതൊരു സംശയവുമില്ല. BJPയും ഉറച്ച വിശ്വാസത്തിലാണ്. ചേട്ടൻ പേരെന്താണ്? അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ എൻഡോസൾഫാൻ പീഡിത മുന്നണിയുടെ നേതാവാണ്. സ്വയം ഒരു ഇരയാണ്. അപകടത്തിന് ശേഷം തിരിച്ചെത്തുകയാണ് അദ്ദേഹം. എന്താണ് തെരഞ്ഞെടുപ്പ് വിഷയം? എൻഡോസൾഫാനാണോ അതോ ഈ ദേശീയ രാഷ്ട്രീയമാണോ കൊലപാതക രാഷ്ട്രീയമാണോ? കാസർഗോഡ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എൻഡോസൾഫാനാണ് ഇന്നും. കാരണം അത് ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ടൊരു വിഷയമാണ്. ആ വിഷയത്തിൽ ഇവിടെ മാറി മാറി വരുന്ന ഈ മുന്നണികൾ യഥാർത്ഥത്തിൽ ഈ ഇരകളോട് എന്തുമാത്രം പ്രതിബദ്ധത പുലർത്തിയെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഓരോ ഘട്ടങ്ങളിലും ഈ ഇരകൾക്ക് തന്നെ സമരം നടത്തേണ്ടി വരുന്ന ഗതികേടാണുള്ളത്. ഈ 3 ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ, ഇപ്പോൾ ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി, നേരത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഐക്യ ജനാധിപത്യ മുന്നണി, ഇവിടെ ഭരിക്കാൻ പോകുന്നു എന്ന് അല്ലെങ്കിൽ ഇവിടെ ജയിക്കാൻ പോകുന്നു എന്ന് അവകാശപ്പെടുന്ന BJP, ഇവരൊക്കെ കഴിഞ്ഞ തവണ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോൾ BJPയുടെ നേതാവ് ഇവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണ ഇവിടെ സുരേന്ദ്രൻ ആയിരുന്നു സ്ഥാനാർത്ഥി. അന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ജയിക്കുകയാണെങ്കിലല്ല, മോദി അധികാരത്തിൽ വരികയാണെങ്കിൽ 6 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് മാത്രമല്ല നിങ്ങൾക്ക് സമരം നടത്തേണ്ടി വരില്ല എന്നായിരുന്നു. ഞാൻ തിരിച്ചെത്താം. ഐക്യ ജനാധിപത്യ മുന്നണി ഇടതു മുന്നണി മാറി മാറി കേരളം ഭരിച്ചു. BJP ഇവിടെ ജയിച്ചില്ല. കേരളത്തിൽ ആകെ 1 സീറ്റേ ഉള്ളൂ. പക്ഷെ BJP അന്ന് കൊടുത്ത വാഗ്ദാനം എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നാൽ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ്. എന്തുകൊണ്ട് കോൺഗ്രസിന് ഈ പഴി കേൾക്കേണ്ടി വരുന്നു? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എൻഡോസൾഫാൻ വിഷയത്തിൽ, കാരണം ഏറ്റവും പ്രത്യക്ഷമായ തലത്തിൽ എൻഡോസൾഫാൻ വിക്ടിംസിനെ സഹായിക്കുന്ന നിലപാടാണ് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് എൻഡോസൾഫാൻ മേഖലയിൽ ഉള്ള വികസനങ്ങൾ, എൻഡോസൾഫാൻ വിക്ടിംസിന് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ, ആ ആനുകൂല്യങ്ങളിൽ ഭൂരിഭാഗവും ഏകദേശം 140 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ ഈ എൻഡോസൾഫാൻ വിക്ടിംസിന് നൽകിയിട്ടുള്ളത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. വ്യക്തമായ പരാതികളും പരിഭവങ്ങളും ഉണ്ട്, അത് കേൾക്കാം നമുക്ക്. ഇടതുമുന്നണി അധികാരത്തിൽ വന്നു. മനുഷ്യാവകാശ കമ്മീഷന്റെയും സുപ്രീം കോടതിയുടെയും വിധിയുണ്ട് ഇവർക്ക് അനുകൂലമായിട്ട്. പക്ഷേ ഇന്നും അവർക്ക് പരാതിയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു?
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അവരുടെ മുടങ്ങിക്കിടന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുത്തത്. അതോടൊപ്പം തന്നെ സമഗ്രമായിട്ടുള്ള പുനരധിവാസ പാക്കേജ് തയ്യാറാക്കി അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ബഡ്സ് സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരുന്നു. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ തുടർച്ചയായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ മാസം പോലും ഗവൺമെന്റ് 56 കോടി രൂപ ഈ ആവശ്യത്തിലേക്ക് നീക്കിവെക്കുന്നതിന് വേണ്ടി തയ്യാറായി. അപ്പൊ കഴിഞ്ഞ UDF സർക്കാർ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാതെ മുടക്കിയവരായിരുന്നു. ശരി, ഞാൻ തിരിച്ചു വരാം. BJP സർക്കാർ കേന്ദ്രത്തിൽ വന്നു കഴിഞ്ഞാൽ വേണ്ട പരിഹാരം കാണുമെന്നൊരു ഉറപ്പ് കൊടുത്തിരുന്നു. എന്തുകൊണ്ടത് പാലിക്കാൻ കഴിഞ്ഞില്ല? ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനാണ് പരമാവധി ഉത്തരവാദിത്വം. ബഹുമാനപ്പെട്ട വാക്ക് കൊടുത്തിരുന്നല്ലോ. വാക്ക് കൊടുത്തിരുന്നു. പരമോന്നത സുപ്രീം കോടതി വിധി പ്രകാരം സംസ്ഥാന ഗവൺമെന്റിനാണ് ഇതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം. കേരളത്തിന്റെ അല്ല, ഞാൻ ചോദിച്ച കേന്ദ്രത്തിന് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കൈയൊഴിയാൻ പറ്റുമോ? കേന്ദ്രം ഈ രംഗത്തേക്ക് അല്ലെങ്കിൽ ഈ മേഖലയിലേക്ക് എൻഡോസൾഫാൻ അടക്കമുള്ള ആരോഗ്യ രംഗത്ത് കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത്. കേരളത്തിന് ഈ ഒരു വിഷയം ഊന്നി പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൽ നിന്നും പണം വാങ്ങാൻ പറ്റിയിട്ടില്ല എന്നതാണ് ഈ സമയത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പം വീണ്ടും കേന്ദ്രം കൊടുക്കാൻ തയ്യാർ, സംസ്ഥാനത്തിന് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നില്ല. പതിവ് പല്ലവിയാണ് മൂന്ന് മുന്നണിയിൽ നിന്ന് വരുന്നത്. നമുക്ക് മറ്റ് ശബ്ദങ്ങൾ കേൾക്കാം, മറ്റ് വിഷയങ്ങൾ കേൾക്കാം. എൻഡോസൾഫാൻ മാത്രമാണോ കാസർഗോഡ് മണ്ഡലത്തിലെ ചർച്ചാ വിഷയം? എന്താ ചേട്ടന്റെ പേര്? ശ്രീധരൻ, എന്താ തോന്നുന്നത്? എൻഡോസൾഫാൻ ഒതുങ്ങി നിൽക്കുമോ? എന്തായിരിക്കും തെരഞ്ഞെടുപ്പ് അജണ്ട ചർച്ച? തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ടല്ലോ. ഇപ്പൊ ഇവരെന്നെ ഇത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഈടെ തമ്മിൽ ഇതാക്കിയിട്ട് സെൻട്രലിലെത്തുമ്പോൾ ഇവർ ഏതെങ്കിലും ഒരുത്തന്നെ വേണ്ടിയിട്ട് കൈവക്കേണ്ടി വരും. ഇവിടെ സ്വാഭാവികമായിട്ട് ഇത് കാറട പഞ്ചായത്ത്, ഇത് പൈവടുക, എൺമഗജ പഞ്ചായത്ത് അവിടെ നല്ല BJP ഒഴിവാക്കിയിട്ട് ഇവര് ഇടതുപക്ഷവും കോൺഗ്രസും കൂടിയിട്ട് ഭരിക്കുന്നത്. അപ്പൊ എന്നാ പിന്നെ ഒറ്റക്കന്ന് ഇവർക്ക് പാർട്ടി ഷെയർ ചെയ്തിട്ട് BJP അങ്ങനെ എടുത്തിട്ട് BJP ഇലക്ഷൻ നിൽക്കുന്നതല്ല നല്ലത്. പ്രശാന്ത്, എന്താ തെരഞ്ഞെടുപ്പ് വിഷയം? ഞാൻ ഇവര് പറഞ്ഞ പോലെ തന്നെ, കാരണം ഇത് ഇവിടെ തമ്മിൽ തല്ലിയിട്ട് ആടെ പോകുമ്പോൾ ഒന്നിച്ചാകുന്നതാണ്. അതിനായിട്ട് നല്ലത് 10 കൊടുത്ത് നമുക്ക് ഇലക്ഷൻ ചെലവെങ്കിലും കുറഞ്ഞു കിട്ടുമെന്ന് നമ്മുടെ അഭിപ്രായം. ഞാൻ ചോദിക്കാം, ഇവരോട് തന്നെ ചോദിക്കാം. എന്താ പേരെന്താ? പ്രിയേഷ്, എന്താണ് തെരഞ്ഞെടുപ്പ് വിഷയം? എൻഡോസൾഫാനാണോ, കേന്ദ്ര സർക്കാരിന്റെ നടപടികളാണോ, സംസ്ഥാന സർക്കാരിന്റെ നടപടികളാണോ, കൊലപാതകമാണോ, വികസനമാണോ, ശബരിമലയാണോ? ഇഷ്ടംപോലെ വിഷയങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കേരള സമൂഹം വികസനത്തിന്റെ കാര്യത്തിൽ മുൻപിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസവും അതുപോലെ ചിന്തിക്കാനുമുള്ള കഴിവുള്ള ഒരു സമൂഹമാണ് നമുക്ക് മുമ്പിലുള്ളത്. തീർച്ചയായിട്ടും ഈ 1000 ദിനം പൂർത്തിയാക്കുന്ന സർക്കാരിന്റെ വികസനം തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം. അത് തന്നെയായിരിക്കും വിജയവും. LDFന്റെ മുന്നോട്ടൊപ്പം ഈ സർക്കാർ ഉണ്ടാകുന്നതാണ്. കുറച്ച് ആത്മവിശ്വാസത്തിലാണ്. എന്താ പേരെന്താ? എൻ്റെ പേര് അനീഷ്. അനീഷ്, എന്ത് തോന്നുന്നു? അതായത് കേരള സർക്കാരിന്റെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിഷേധകരമായുള്ള കേരളത്തോടുള്ള സമീപനവും അടുത്ത കാലത്ത് വന്ന പ്രളയത്തോടനുബന്ധിച്ച് തന്നെ ഏറ്റവും കൂടുതൽ സഹായം ചെയ്യേണ്ട കേന്ദ്ര സർക്കാർ ആ സഹായം ചെയ്യുന്നതിൽ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തോട് പ്രത്യേക രീതിയിൽ അവഗണന കാണിക്കുന്നത്. തീർച്ചയായും കേരളത്തിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കുന്ന ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ ആയിരിക്കും ജനങ്ങൾ ചിന്തിക്കുക എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ശരി, വികസനം സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസനമാണ് അജണ്ട എന്ന് പറയുന്നു. അതല്ല, കേന്ദ്രത്തിന്റെ അവഗണനയാണ് വിഷയമെന്ന് പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണ് വിഷയമെന്ന് പറയുന്നു. എന്താ പേര് ചേട്ടൻ? KP മോഹനൻ. KP മോഹന്റെ ഏത് പാർട്ടിയാണ്? ഞാൻ കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയാണ്. ഈ കോൺഗ്രസ് കുറെ നാളായി ശ്രമിക്കുന്നു, ഈ കടമ്പ അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. എന്ത് പറ്റി? തീർച്ചയായും ഈ പ്രാവശ്യം എന്തായാലും കോൺഗ്രസ് തിരിച്ചു പിടിക്കുന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണപരാജയവും അതോടൊപ്പം തന്നെ മോദി സർക്കാർ കേന്ദ്രത്തിൽ നടത്തിയ ഭരണപരാജയവും അതോടൊപ്പം തന്നെ ഇടതുപക്ഷം കേരളത്തിൽ കാസർഗോഡ് നടത്തിയ കൊലപാതകങ്ങൾ അടക്കമുള്ള ഇന്ന് ജനങ്ങളുടെ വിഷയമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ ശബരിമല വിഷയം അത് കേരളത്തിലെ വിശ്വാസികളുടെ ഇടയിൽ ഏറെ പ്രയാസമുണ്ടാക്കിയ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മുന്നണിക്ക് ഇപ്രാവശ്യം ഈ കാസർഗോഡ് വിജയിക്കുക എന്നുള്ളത് എളുപ്പമല്ല എന്ന് ഞങ്ങൾ കരുതുന്നു. കൃത്യമായ അജണ്ടകളും ചർച്ചകളുമാണ് നടക്കുന്നത്. ഉറക്കെ ഉച്ചത്തിൽ കാഞ്ഞങ്ങാട്. എന്ത് പേര്? നിതീഷിന്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ പ്രാദേശികമായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ടെങ്കിൽ പോലും ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ലോക്സഭാ ഇലക്ഷനെ നേരിടുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് തോന്നുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് മോദിയുടെ ഭരണം നീക്കുക എന്നുള്ളതാണ്. കാസർഗോട്ടെ ജനങ്ങൾ വിവരമുള്ളവരാണ്. CPM എപ്പോഴും പറയും BJP തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മാത്രമേ പവറുള്ളൂ എന്ന്.
മൊത്തം മണ്ഡലങ്ങൾ 545 മണ്ഡലങ്ങളിൽ എത്ര മണ്ഡലങ്ങളിൽ CPM BJP നേരിട്ട് ഫൈറ്റ് ഉണ്ട് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കാവുന്നതാണ്. ഒറ്റ മണ്ഡലങ്ങളിൽ പോലും അത്ര ഫൈറ്റ് ഇല്ല. ഫൈറ്റ് ഉള്ളത് കോൺഗ്രസും BJPയും തമ്മിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും കാസർഗോഡ് ജനങ്ങൾ ചിന്തിക്കുന്നത് മോദിയെ ഭരണത്തിൽ നീക്കണമെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. കാരണം CPM-മാർ പറയുന്നത് ഞങ്ങളൊരു ഗർജനമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെന്നാണ്. പക്ഷെ അതൊരു ഏമ്പക്കം പോലും അല്ല എന്ന് തിരിച്ചറിവ് ഞങ്ങളെ പോലുള്ള യുവജനങ്ങൾക്ക്. എന്താ പേര്? എൻ്റെ പേര് തോമസ്. എന്തോ ഇങ്ങനെ പറയാൻ വെമ്പി നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ പറയാൻ വെമ്പി നിൽക്കുന്നത് നിങ്ങളുടെ ചോദ്യം തന്നെ വളരെ പ്രസക്തമാണ്. ഇവിടുത്തെ CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് പോലും ദേശീയ രാഷ്ട്രീയത്തിൽ കിട്ടൂല. 2 MP-മാർ പോലും ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ, ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. ഇവർ ഞങ്ങൾ BJP-യെ തോൽപ്പിക്കും. ഈ 2 പേരാണ് പോയിട്ട് BJP-യെ തോൽപ്പിക്കേണ്ടത്. ഇവർ BJP-യുടെ കൂട്ടത്തിൽ കൂടിയിട്ട് BJP-ക്ക് വോട്ട് ചെയ്യുക. അങ്ങനെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ നടക്കുന്ന ഈ ആൾക്കാര് ഞങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഡൽഹിയിൽ അധികാരം പിടിക്കുമെന്നാണ് പറയുന്നത്. എന്ത് വിഡിത്തമാണ് ഈ പറയുന്നത്? ഇവിടുത്തെ MP 15 വർഷമായിട്ട് ഇവിടുത്തെ MP ആണ്. നാഷണൽ ഹൈവേയിൽ പള്ളിക്കര മേൽപ്പാലത്തിന് തടസ്സം നിന്ന ഒരേ ഒരു മനുഷ്യൻ ഇയാളാണ്. ഇയാൾ MP അല്ലായിരുന്നെങ്കിൽ 10 വർഷം മുന്നേ ആ മേൽപ്പാലം ഇവിടെ യാഥാർത്ഥ്യമാകുമായിരുന്നു. ശരി, ഒരു ആക്ഷേപമുള്ളത് BJP-യിലേക്ക് പോകുന്നത് മുഴുവൻ കോൺഗ്രസ്സുകാരെന്നാണ് പറയുന്നത്. ആര് പറഞ്ഞു? അൽഫോൺസ് കണ്ണന്താനത്തെ കൊണ്ടുവന്നത് ആരാണ്? കോൺഗ്രസ്സുകാരാണോ? ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒന്ന്, ഈ മറ്റേ ഗർജനം പോയി ഇപ്പൊ ഏമ്പക്കായെന്ന് പറയുന്നു. 2, അവിടെ പോയിട്ട് കൈവക്കാനാണെന്ന് പറയുന്നു. നിങ്ങൾ പങ്കിട്ടെടുത്താൽ പോരെ, എന്തിനായി പരസ്പരം മത്സരിച്ച് പാവം BJP ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? ഏതെങ്കിലും സർവേയുടെ അടിസ്ഥാനത്തിൽ സ്വപ്നം കാണുന്നതിന് വേറെ കാശ് കൊടുക്കേണ്ടാത്തതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് വരെ സ്വപ്നം കാണാൻ കോൺഗ്രസ്സുകാർക്കും BJP-കാർക്കും അവകാശമുണ്ട്. അത് സ്വാഭാവികമാണ്. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ പറഞ്ഞ് ഏത് വാഗ്ദാനം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയത്? ചെറുപ്പക്കാരോട് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്ന 2 കോടി തൊഴിലവസരം ഉണ്ടാക്കും പ്രതിവർഷം. ഉണ്ടാക്കിയോ? ഒരു 2 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ. കാർഷിക മേഖല കൃഷിക്കാരുടെ ആത്മഹത്യ ഇപ്പോഴും തുടരുന്നു. കാർഷിക ആത്മഹത്യ ഞങ്ങൾ തടയുമെന്ന് പറഞ്ഞു. ഒരൊറ്റയാളുടെ ആത്മഹത്യ തടയാൻ ആവശ്യമായിട്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഏത് കാര്യത്തിൽ 15 ലക്ഷം കൊടുക്കാം എന്ന് സാധാരണക്കാരോട് പറഞ്ഞു. 15 നയ പൈസയുടെ ആനുകൂല്യം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പോ ഇങ്ങനെ ഗിമ്മിക്കുകൾ കാണിച്ച് അവസാനം നമ്മുടെ രാജ്യസ്നേഹത്തിന്റെയും അതുപോലത്തെ മറ്റെല്ലാ തരത്തിലുള്ള പുകമറയുണ്ടാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള സമീപനമാണ് ഇപ്പോൾ BJP സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയും. പല ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്, പല ശബ്ദങ്ങൾ ഉയരണം ഉറക്കെ ഉച്ചത്തിൽ. എന്താണ് ചേട്ടന്റെ പേര്? ശ്രീധരേട്ടോ. കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കേട്ടല്ലോ. ഉറക്കെ ഉച്ചത്തിൽ പറഞ്ഞാട്ടെ, എന്തായിരിക്കും പറഞ്ഞൊക്കെ തന്നെയാണോ ജനങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് പറഞ്ഞാൽ ഏകദേശം ശരി തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ഭരിക്കുന്നത് ഏറ്റവും നല്ല ഭരണമാണ്. ഏറ്റവും നല്ല ഭരണമാണ്. അതിന് ചോദ്യം ചെയ്യാൻ കൂടെ ഒരാളെ വളർന്നില്ല. അതാണ് അത് വേണ്ട. അത് വെച്ചാല് 57 EMS ഭരണം വന്നിട്ടില്ലേ, ആ കാലഘട്ടത്തിന് ശേഷം ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച ഒന്നാണ് EMS ഭരണം. അതിനുശേഷം വന്ന ഒരു ഗവൺമെന്റും ഒന്നും കൂടി ചെയ്തിട്ടില്ല. രാധാകൃഷ്ണൻ എന്തോ പറയുന്നുണ്ടായിരുന്നു കുറച്ചു മുമ്പ്. അദ്ദേഹം പറഞ്ഞു ഏറ്റവും നല്ല ഭരണമാണ്. ഏറ്റവും നല്ല ഭരണമല്ല, ഏറ്റവും കൂടുതൽ കൊലപാതകം നടത്തിയ ഒരു സർക്കാരാണ് ഈ സർക്കാർ. അല്ലാതെ ഭരണം ഏറ്റവും നല്ല ഭരണമല്ല, ഏറ്റവും കൂടുതൽ കൊലപാതകം. അപ്പൊ അത് ഇത്തവണ ചർച്ചയാവും. ഏറ്റവും കൂടുതൽ വിധവകളെ സൃഷ്ടിച്ച ഒരു സർക്കാരാണ് ഈ സർക്കാർ. അതല്ലാതെ ഭരണമല്ല കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതിന് മറുപടി പറയാൻ ആരുണ്ട്? ഏറ്റവും കൂടുതൽ മറുപടി പറഞ്ഞു. ഞാൻ തിരിച്ചെത്താം. ഞാൻ ഇതിനൊന്നും മറുപടി പറഞ്ഞോട്ടെ. ഏറ്റവും കൂടുതൽ വിധവകളെ സൃഷ്ടിച്ച സർക്കാർ എന്നുള്ള ഗുരുതരമായ ആക്ഷേപമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നുതള്ളിയവരാണ് RSS-ഉം അതുപോലെ തന്നെ കോൺഗ്രസും. അതിന്റെ ഭാഗം 600ഓളം CPIM പ്രവർത്തകർ കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ കാസർഗോഡ് ജില്ലയിൽ മാത്രം 44 ആളുകളാണ് CPIM-ന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ കൊല്ലപ്പെട്ടത്. ആ സമയത്തൊന്നും ഇവിടെ പ്രചരിപ്പിക്കാത്ത വിധത്തിലേക്കുള്ള തെറ്റായ പ്രചരണങ്ങളാണ് കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇപ്പോൾ BJP-യും മറുഭാഗത്ത് കോൺഗ്രസും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊലപാതക രാഷ്ട്രീയത്തെ അംഗീകരിക്കാനാവില്ല. CPIM ശക്തമായി അതിനെ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾക്കൊരിക്കലും അതിനോട് യോജിപ്പില്ല. ഇത്തരത്തിലുള്ള അനുഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇനി ഉണ്ടാവാൻ വേണ്ടി പാടില്ല എന്ന് ശക്തമായി അഭിപ്രായപ്പെട്ട പാർട്ടിയാണ്. അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഓക്കെ, അക്രമ രാഷ്ട്രീയം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ചർച്ചയാകും എന്നുള്ളത് ഉറപ്പാണ്. ധാരാളം വിമർശനങ്ങളാണ് BJP സർക്കാരിനെതിരെ ഉയർന്നത്, മോദി സർക്കാരിനെതിരെ ഉയർന്നത്. അത് ഇവിടുത്തെ വികസനം മുതൽ ദേശീയ തലത്തിൽ നൽകിയ വാഗ്ദാന പെരുമഴ അടക്കം എങ്ങനെ പ്രതികരിക്കുന്നു? ഇക്കഴിഞ്ഞ 70 വർഷക്കാലത്തിനിടയ്ക്ക് ഇത്രമാത്രം ഒരു സുവർണ കാലഘട്ടം എന്ത് വിമർശകന്മാർ എന്തും പറഞ്ഞോട്ടെ, തൊഴിലിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ, വികസനത്തിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ കാർഷിക മേഖലയിൽ
സമീകൃതവും സമഗ്രവുമായ വികസനം നടത്തിക്കൊണ്ട് ഈ നരേന്ദ്രമോദി സർക്കാർ ഈ സർവ്വകാല റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. നേരത്തെ ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മണികണ്ഠൻ പറഞ്ഞു 2 കോടി ആളുകൾക്ക് തൊഴിൽ നൽകാമെന്ന്. പ്രധാനമന്ത്രി നടപ്പിലാക്കിയ പദ്ധതിയാണ് മുദ്രാ ബാങ്ക് യോജന. 50 ലക്ഷത്തിൻ്റെ 5 ലക്ഷത്തിൻ്റെ 10 ലക്ഷത്തിൻ്റെ 3 തരത്തിലുള്ള ലോണുകൾ സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ വേണ്ടി ചെറുപ്പക്കാർക്ക് യുവതി യുവാക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. ഈ മേഖലയിൽ ലോൺ കിട്ടിയത് 5 കോടി ആളുകൾക്കാണ്. ഈ 5 കോടി ലോൺ ലഭിച്ച ആളുകൾ ഒരാൾക്ക് ജോലി കൊടുത്താൽ തന്നെ 10 കോടിയോളം ആളുകൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട്. വൈറ്റ് കോളർ ജോബ് അല്ല നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യനെ, ഒരു പൗരനെ അവനെ സ്വയം പര്യാപ്തമാക്കാൻ വേണ്ടി, അവനെ സ്വാഭിമാനത്തോടു കൂടി അവനെ ജോലി ഒരു സംരംഭം തുടങ്ങാനുള്ള പ്രവർത്തനമാണ് നരേന്ദ്രമോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉറക്കെ ഉച്ചത്തിൽ തുടരുകയാണ് മറ്റ് ശബ്ദങ്ങളിലേക്ക്. ഇപ്പോൾ ഇവിടെ പിന്നെ BJP സർക്കാർ അതിർത്തിയിലുണ്ടായ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് പിന്നെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ആഘോഷിക്കണം, ഇന്ത്യൻ ജനതയെ ആഘോഷിക്കണം എന്നാണ് ഈ പിന്നെ BJPയുടെ പിന്നെ പ്രധാനമന്ത്രി ഇവിടെ പറഞ്ഞത്. എന്താണ് ഇവിടെ ആഘോഷിക്കാനുണ്ടായിരുന്നത്? പ്രധാനമന്ത്രി വ്യക്തമാക്കണം. ഒരു യുദ്ധത്തിനുള്ള പുറപ്പാട് പിന്നെ നടത്തുന്ന സമയത്ത് പാർലമെന്റ് വിളിച്ചുകൂട്ടി ഇവിടുത്തെ MP-മാരെയും ഇവിടുത്തെ ജനങ്ങളെയും അറിയിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഒരു പ്രധാനമന്ത്രി എന്താണ് ഇവിടെ പറഞ്ഞത്? ദുരിതം അനുഭവിക്കുന്ന ഇവിടുത്തെ ജനങ്ങൾ, ആ ദുരിതം അനുഭവിക്കേണ്ട കാരണം, എന്ത് കാരണം കൊണ്ടാണ് ഞങ്ങൾ ദുരിതം അനുഭവിക്കേണ്ടത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഈ പ്രധാനമന്ത്രിക്കുണ്ട്. പ്രധാനമന്ത്രി ആ സമയത്ത് പാർട്ടി പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ആൾക്കാരെ മാത്രം വിളിച്ചുകൊണ്ട് ഈ 130 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഈ പ്രധാനമന്ത്രി ഇതാണോ ചെയ്യേണ്ടിയിരുന്നത്? പ്രധാനമന്ത്രി എന്തായാലും ഇവിടെ ഇല്ല. പ്രധാനമന്ത്രിക്ക് വേണ്ടി മറുപടി പറയുന്നു BJP നേതാവ്. നമ്മുടെ രാജ്യം, ഭാരതം സ്വാതന്ത്ര്യം നേടിയ അന്ന് തൊട്ട് പാകിസ്ഥാന്റെ നിഴൽ യുദ്ധത്തിന്, അതുപോലെ തന്നെ നേരിട്ടുള്ള 3 യുദ്ധങ്ങൾക്കും പാത്രമായ ഒരു രാജ്യമാണ് ഭാരതം. ലോകത്തിൽ ഭാരതത്തെ പോലെ ഒരു രാജ്യവുമില്ല ഇത്രമാത്രം അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനവും നിഴൽ യുദ്ധങ്ങളും ഡയറക്റ്റ് യുദ്ധങ്ങൾ നടക്കുന്ന ഒരു പ്രദേശം. നിർഭാഗ്യവശാൽ ഇവിടുത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പാകിസ്ഥാന്റെ, എന്തുകൊണ്ട് എനിക്കറിയുന്നില്ല, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ട് കിട്ടുന്നത് എന്ന് അറിയുന്നില്ല. പക്ഷേ ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി അതിർത്തി ലംഘിക്കുന്ന ഭീകരന്മാരോട് പോലും മൃദു സമീപനം പുലർത്തിയാണ് ഇവിടുത്തെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ. ഈ പറഞ്ഞ വിമർശനം എന്ന് പറയുന്നത് അതല്ല, ഈ തിരിച്ചടി അല്ലെങ്കിൽ ആക്രമണത്തിന് ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം അദ്ദേഹം പാർട്ടി പരിപാടി പോയി പാർട്ടിക്കാരോട് മാത്രം സംസാരിച്ചു എന്നുള്ളത്. രാജ്യത്തെ എപ്പോഴും രാജ്യത്തിലെ മുഴുവൻ ആളുകളും അത് ദൂരദർശനിലോ ആകാശവാണിയിലോ അഭിസംബോധന ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ ഇന്ത്യ രാജ്യം സ്വതന്ത്രമായതിനു ശേഷം പാകിസ്ഥാനെതിരെയും ചൈനക്കെതിരെയും യുദ്ധം നടത്തിയിട്ടുണ്ട്. യുദ്ധം നടത്തിയത് ആദ്യമായിട്ടല്ല. ഇന്ന് BJP ആ യുദ്ധത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നു. രാജ്യത്താകമാനം BJPക്കെതിരെ ഉണ്ടായിട്ടുള്ള വികാരങ്ങൾ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും അടക്കം ഇന്ത്യ ഹൃദയഭൂമിയിൽ BJPയുടെ തറക്കല്ല് ഇളക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ മുന്നേറ്റം വന്നു. ആ മുന്നേറ്റം ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും BJPക്കെതിരെ എന്ന് വരുമ്പോൾ BJP ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ നാടകം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് BJP നേതൃത്വം നൽകുന്നു. സൈന്യത്തിന്റെ ആക്രമണം, പ്രതിപക്ഷം ഒറ്റക്കെട്ടായിരുന്നു. നമ്മൾ കാശ്മീരിലെ ഭീകരാക്രമണം, ഗവൺമെന്റിന് ഒന്നടങ്കം നമ്മൾ പിന്തുണ നൽകി. അവിടെ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞില്ല. രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞു ഇനി രാഷ്ട്രീയമില്ല, ഇനി നമ്മുടെ പോരാട്ടമാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. അത് ഈ രാജ്യത്തെ അഭിമുഖീകരിക്കേണ്ട ഉത്തരവാദിത്തം. ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. രാജ്യത്തെ അഭിമുഖീകരിക്കേണ്ട ദൗത്യം പ്രധാനമന്ത്രിക്കുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോ രാത്രി 12 മണിക്കാണ് ദൂരദർശനിൽ വന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞത് രാജ്യം ബുദ്ധിമുട്ടിലേക്ക് പോകും, നമ്മൾക്ക് യുദ്ധം അനിവാര്യമായിരിക്കും. ഭാരത സൈന്യം ലോകത്തിൽ എവിടെയും ആ നാട്ടിലെ കര, വ്യോമ, നാവികസേനയെ ആളുകൾക്ക് വിശ്വാസമാണ്. പക്ഷെ ഭാരതത്തിന്റെ ചുണക്കുട്ടികളായ വ്യോമസേന രാത്രി നടത്തിയ ഭീകര ക്യാമ്പുകൾ നടത്തിയ ആക്രമണം 3 ക്യാമ്പുകൾ തകർത്തു തരിപ്പണമാക്കി ഏകദേശം 350-ലധികം ആളുകളെ കൊലപ്പെടുത്തിയെന്ന് സൈനികരാണ് പറഞ്ഞത്. അത് വിശ്വസിക്കാൻ രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും അതുപോലെ അതിനെ ചൊല്ലി രാഷ്ട്രീയം തന്നെയാണ് നടക്കുന്നത്. സമയം കഴിയുന്നു. ഒരു നിമിഷം ഞാൻ പറയാം. നടത്തിയ ധീരമായ പോരാട്ടത്തെ ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഓർക്കുന്നു. സൈന്യത്തെ അംഗീകരിക്കുന്നു, സർക്കാരിനെ അംഗീകരിക്കില്ല.
സൈന്യത്തെ അംഗീകരിക്കുന്നു. സൈന്യർ നടത്തിയിട്ടുള്ള ധീരമായ പോരാട്ടത്തെ ഞങ്ങൾ അഭിമാനത്തോടു കൂടി ഓർക്കുന്നു. പക്ഷെ അതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് BJP രാഷ്ട്രീയപരമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തുന്നു. നമുക്കിപ്പോ ഇവിടെ തലയിൽ ബോംബ് വീഴാതെ ഇവിടെ നിൽക്കാൻ പറ്റുന്ന സൈന്യമുള്ളതുകൊണ്ടാണ്. അതാണ്, സൈന്യമാണ് പ്രധാനം. സൈനികർ ശവപ്പെട്ടിക്ക് പോലും കൈക്കൂലി വാങ്ങിച്ചവരാണ് BJP-ക്കാർ. ഇപ്പോൾ ഇത് BJP ഭരിക്കുമ്പോ ഒരാളെ മീത ഒരു കേസില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി ജാമ്യമെടുത്ത് നടക്കുന്നു, സോണിയാഗാന്ധി ജാമ്യമെടുത്ത് നടക്കുന്നു, കോൺഗ്രസിന്റെ ഏതെല്ലാം വ്യക്തികൾ ജാമ്യത്തിൽ നിൽക്കുന്നത്. ഒന്ന് വളരെ വ്യക്തമായി പറയാം, ഇത് തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന അവസാന ഘട്ടമാണ്. ഈ സമയത്ത് ഏറ്റവും അവസാനം നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് BJP ഇത്രയും കാലം ഈ 5 വർഷക്കാലം ഭരിച്ചുകൊണ്ട് അവരുടെ ജനവിരുദ്ധമായ നയങ്ങൾ മറച്ചു വെക്കാനുള്ള ഏറ്റവും ബുദ്ധിപരമായ ഇടപെടലാണ്. അവസാന ചോദ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിമിഷം ഒറ്റ ചോദ്യം എന്നോട് പറയാന്ന് എന്നോട് പറ. ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. എന്തിനാ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നത്? നിങ്ങൾ കപട രാഷ്ട്രീയം കളിക്കുന്നു. അതിനെതിരെയാണ് ഇപ്രാവശ്യം ഞങ്ങളുടെ പോരാട്ടം. നിങ്ങൾ കപട രാഷ്ട്രീയത്തിനെതിരായിട്ടാണ് പോരാട്ടം. ശരി, എന്തിനാ BJPക്ക് ഒറ്റ ചോദ്യം, എന്തിന് BJPക്ക് വോട്ട് ചെയ്യണം, NDAക്ക് വോട്ട് ചെയ്യണം? വികസനത്തിന് വേണ്ടി നരേന്ദ്രമോദി 55 മാസം കൊണ്ട് നടപ്പിലാക്കിയ, കഴിഞ്ഞ 55 വർഷക്കാലം നടപ്പിലാക്കിയ വികസനത്തെ കവച്ചു വെച്ചുകൊണ്ട് 55 വർഷം കൊണ്ട് നടപ്പിലാക്കിയ വികസനത്തിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് കേരളത്തിലും ഒരു BJP അനുകൂല തരംഗമുണ്ടിവിടെ. BJPക്ക് മാത്രമേ ഈ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കൂ എന്ന് ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് BJPക്ക് മാത്രമേ ഭാരതത്തെ രക്ഷിക്കാൻ സാധിക്കൂ. BJPക്ക് മാത്രമേ ഭാരതത്തെ രക്ഷിക്കാൻ കഴിയൂ. എന്തിനാ കോൺഗ്രസ് വോട്ട് ചെയ്യണം? BJP-യുടെ പ്രതിനിധി പറഞ്ഞു 10 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയാൽ 10 കോടി ആൾക്കാർക്ക് തൊഴിലെടുത്തു പറഞ്ഞു. ഒരു സ്വാഭാവിക സംഖ്യത്തള്ളു മാത്രമാണ്. കാസർഗോഡ് എന്തിന് CPM-ന് ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യണം? തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു, ഇനി സമയമില്ല. എന്തിന് വോട്ട്? ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടമാണ്. ഈ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന, രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കുന്ന, മതനിരപേക്ഷത സംരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഇനി നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ, രാജ്യത്തിനകത്ത് ജനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ സ്വാധീനം ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി കാസർഗോഡ് ഉൾപ്പെടെയുള്ള അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചേ മതിയാവും. CPM-ന് ഭാരതത്തിലുടനീളം കിട്ടാൻ പോകുന്ന 3 സീറ്റാണ്. കോൺഗ്രസിന് എന്തിന് വോട്ട് ചെയ്യണം? ഈ രാജ്യത്ത് ഇന്ന് കാണുന്ന മുഴുവനും വികസനവും ഈ രാജ്യത്തുണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നാട്ടിലുണ്ടാക്കിയ വികസനം എന്ന് പറയുന്നത് നോട്ട് നിരോധനവും അതുപോലെ തന്നെ GST-യും അതുപോലെ തൊഴിലില്ലായ്മയും വർഗീയതയും കലാപവുമാണ് ഈ നരേന്ദ്രമോദിയുടെ 4.5 വർഷത്തെ 5 വർഷത്തെ ഭരണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കിടയിൽ, വാഗ്വാദത്തിനിടയിൽ മുങ്ങിപ്പോയ ഒരു ശബ്ദമുണ്ട്. വീണ്ടും എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞു. ഇടത് മുന്നണി, വലത് മുന്നണി, BJP മുന്നണി, കോൺഗ്രസ് മുന്നണി എല്ലാവരും പലതും പറഞ്ഞതൊന്നും തൃപ്തികരമല്ല. നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വരെ കണ്ടു. എന്താണ് ഇനി പറയാനുള്ളത് വോട്ട് ചോദിച്ചു വരുന്ന മുന്നണികളോട്? വളരെ ചുരുക്കം വാക്കുകളിൽ. അടുത്ത മുന്നണി വരുന്ന വോട്ടർമാരോട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വോട്ട് ആവശ്യപ്പെട്ട് വരുന്നവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഞങ്ങൾക്ക് വേണ്ടി, കാസർഗോഡ് ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി, കാസർഗോഡ് വികസനത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? കൃത്യമായ ചോദ്യം, 3 മുന്നണികളോടുമുള്ള കൃത്യമായ ചോദ്യം. എന്ത് ചെയ്യാനാവും കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ അടക്കമുള്ള സാധാരണക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യാനാവുമെന്നാണ്. 3 മുന്നണികളുടെയും പ്രചാരണം ഏതു വഴിക്കാണ് എന്ന് ഇതിനകം വ്യക്തമായി കഴിഞ്ഞു. ദേശീയ രാഷ്ട്രീയം, രാജ്യാന്തര രാഷ്ട്രീയം, പ്രാദേശിക രാഷ്ട്രീയം, സംസ്ഥാനത്തിന്റെ വികസനം, രാജ്യത്തിന്റെ വികസനം, മോദി സർക്കാർ, ഇടത് സർക്കാർ തുടങ്ങി എല്ലാ വിഷയങ്ങളും അക്രമ രാഷ്ട്രീയം അടക്കം ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞു. ഒന്നുറപ്പായി, ചൂടേറിയ വാശിയേറിയ പോരാട്ടത്തിനായിരിക്കും കാസർഗോഡ് 2019 സാക്ഷ്യം വഹിക്കുക എന്ന്. മറ്റൊരു മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി എത്താം വീണ്ടും ഉറക്കെ ഉച്ചത്തിൽ. നമസ്കാരം.